യെരൂശലേമിലെ വന്മലമേൽ ലോരുകിലെന്നെ ആരേറ്റി കരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഊശാന ഊശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന. ലിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. സ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണി ചേർന്നു വരുന്നല്ലോ. ഊശാന ഊശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന. സൈത്തിൻ കൊമ്പുകളേന്തിതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന. വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം. ഊശാന ഊശാന ദാവീദാത്മജനൂശാന ഊശാന ഊശാന ദാവീദാത്മജനൂശാന. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ
ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും. കന്യമറിയാമിൽ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു മശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഇത് പറഞ്ഞിട്ട് യേശു യെരൂശലേമിലേക്ക് പോകുവാൻ മുമ്പോട്ട് നടന്നു. അവൻ ഒലിവുമലയുടെ അടുത്തുള്ള ബെത്ഫാഗയ്ക്കും ബെഥാന്യയ്ക്കും സമീപമെത്തിയപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ ഇപ്രകാരം നിർദ്ദേശിച്ച് പറഞ്ഞയച്ചു. നമുക്ക് നേരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകുക. നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ. എന്തിന് നിങ്ങൾ അതിനെ അടിക്കുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറവീൻ. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞ പ്രകാരം കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് അവർ തങ്ങളുടെ മേലങ്കികൾ വിരിച്ച് യേശുവിനെ അതിന്റെ പുറത്ത് കയറ്റിയിരുത്തി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ മേലങ്കികൾ വഴികൾ വിരിച്ചു. അവർ ഒലിവുമലയുടെ ഇറക്കത്തോട് അടുത്തപ്പോൾ ശിഷ്യഗണം മുഴുവനും തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് സന്തോഷിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ഇപ്രകാരം പറഞ്ഞു. നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ ഊശാന. നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ ഊശാന. നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ ഊശാന. എന്നാൽ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീക്ഷന്മാർ യേശുവിനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അവൻ അവരോട് അരുളി ചെയ്തു, നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു യെരൂശലേമിനെ സമീപിച്ചപ്പോൾ നഗരം കണ്ട് അതിനെക്കുറിച്ച് അത്യധികം വിലപിച്ചു പറഞ്ഞു, ഈ നാളുകളിലെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിന്റെ കണ്ണുകൾക്ക് മറയപ്പെട്ടിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ല. അതുകൊണ്ട് നിന്നെ ശത്രുക്കൾ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യും.